ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ചാണ്. ഇത് സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അബ്രഹാം ഷിൽബർട്ട് ഷാർട്ട്സിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന കോർടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വാട്ട് ഈസ് ഇറ്റ് മെയിൻ പർപ്പസ്, എക്സാമ്പിൾസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സിസ്റ്റം എന്ന് പറയുന്നത് പല സബ് സിസ്റ്റംസ് ചേരുമ്പോഴാണ് ഒരു സിസ്റ്റം ആകുന്നത്. ആ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ടാസ്ക് ചെയ്യുന്നത്. അതേപോലെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ അകത്ത് പല റിസോഴ്സസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ പ്രോസസ്സർ, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, ഇതെല്ലാം അതിൻ്റെ റിസോഴ്സസുകളാണ്. ഈ റിസോഴ്സുകൾ അതിൻ്റെ ഹാർഡ്വെയർ റിസോഴ്സസുകളാണ്. ഈ ഹാർഡ്വെയർ റിസോഴ്സുകളെ നമുക്ക് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു സോഫ്റ്റ്വെയർ സപ്പോർട്ട് വേണം. ആ സോഫ്റ്റ്വെയർ സപ്പോർട്ട് നൽകുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്, ഹാർഡ്വെയർ പ്ലസ് സോഫ്റ്റ്വെയർ ആണ്. ദാറ്റ് ഈസ്, ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഹാർട്ടാണെങ്കിൽ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സോളാണ്. അപ്പം ഒരു മെഷീൻ്റെ എല്ലാ കേപ്പബിലിറ്റീസും യൂസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഹിയർ വി ഡിസ്കസ് അബൌട്ട് ദ ഡെഫിനിഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഡെഫിനിഷൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന 1-2 ടേംസുകളാണ്. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സോഫ്റ്റ്വെയർസ് ടു മാനേജ് ദ റിസോഴ്സസ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. അതായത് ഒന്നിലധികം സോഫ്റ്റ്വെയറിൻ്റെ കളക്ഷൻസ് ആണ്. ഈ കളക്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിസോഴ്സസുകളെ മാനേജ് ചെയ്യുന്നത്. മെമ്മറീനെയും പ്രോസസ്സറുകളെയും മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കളക്ഷൻ ഓഫ് സോഫ്റ്റ്വെയർസിന് പറയുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ വരും, എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഹാർഡ്വെയർസിനെ മാനേജ് ചെയ്യുന്നത്? ഒന്നിലധികം പ്രോഗ്രാമുകൾ CPU-യിൽ എക്സിക്യൂഷന് വേണ്ടി വരുമ്പോൾ ഏത് പ്രോഗ്രാമിനെയാണ് സെലക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതേപോലെ ഒന്നിലധികം പ്രോഗ്രാമുകൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെ ആക്സസ് ചെയ്യാൻ വരുമ്പം ആർക്കാണ് പ്രയോറിറ്റി, ഏത് ഓർഡറിലാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിന് ആക്സസ് കൺട്രോൾ കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇറ്റ് മാനേജസ് ദ റിസോഴ്സസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഇറ്റ് മാനേജസ് ദ മെമ്മറി. ആർക്കാണ് മെമ്മറിയിൽ റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും അവസരം കൊടുക്കേണ്ടത്. ഇറ്റ് മാനേജസ് ദ പ്രോസസ്സർ. ഏത് പ്രോഗ്രാമിനാണ് പ്രോസസ്സറിനെ ഇപ്പോൾ കൊടുക്കേണ്ടത്. ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ഏത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനാണ് ഇപ്പോൾ ആക്സസ് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഉള്ള റിസോഴ്സസുകളെ മാനേജ് ചെയ്യുന്ന ഡിസിഷൻ നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കളക്ഷൻ ഓഫ് സോഫ്റ്റ്വെയർസിന് പറയുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നമുക്കറിയാം. യുണിക്സ്, ലിനക്സ്, മാക്, ഡോട്ട്, ഇതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സോഫ്റ്റ്വെയർസ് ടു മാനേജസ് ദ റിസോഴ്സസ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. ദെൻ ദ നെക്സ്റ്റ് ഈസ് വൈ വി നീഡ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിൻ്റെ റീസൺസ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഒരു യൂസറിന് കമ്പ്യൂട്ടർ സിസ്റ്റവുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാനുള്ള ഇൻ്റർഫേസ്, എ പ്രൈമറി ഇൻ്റർഫേസ് ആണ് നമുക്ക് OS പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം OS പ്രൊവൈഡ്സ് ആൻ യൂസർ ഇൻ്റർഫേസ് ടു ഇൻട്രാക്ട് വിത്ത് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻ്റർഫേസ് തരുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞാൽ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ, നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്തുള്ള റിസോഴ്സസുകളെ നമുക്ക് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യണം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്തുള്ള എല്ലാ റിസോഴ്സസുകളും അല്ലെങ്കിൽ ഹാർഡ്വെയർസുകൾ നമുക്ക് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ OS ആണ് അത് മാനേജ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് നമുക്ക് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവശ്യമുണ്ടെന്നുള്ളതിന് കാരണം. അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ നീഡ് ചോദിക്കുമ്പോൾ നമുക്ക് 2 റീസൺസ് ആണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അതിൽ ഫസ്റ്റ് റീസൺ എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഇൻ്റർഫേസ് ടു ദ യൂസർ. എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റം വാങ്ങിച്ചാലും അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യണം, അതിൽ ഡേറ്റ റീഡ് ചെയ്യണം, ബ്രൗസ് ചെയ്യണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇൻ്റർഫേസ് ആവശ്യമാണ്. ആ ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. സെക്കൻഡ് വൺ, ഓരോ ഹാർഡ്വെയറിൻ്റെയും എഫിഷ്യൻസി 100% യൂട്ടിലൈസ് ചെയ്യാനായിട്ട് എല്ലാ റിസോഴ്സസുകളെ മാനേജ് ചെയ്ത ജോലിയും ആരാണ് ചെയ്തത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, എവല്യൂഷൻ ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എവല്യൂഷനെ കുറിച്ചാണ്.
എങ്ങനെയാണ് അത് പ്രോസസ്സിംഗ് പാറ്റേൺ ചൂസ് ചെയ്തിരിക്കുന്നത്, അതിനനുസരിച്ച് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എവല്യൂഷനെ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ആണ് സീരിയൽ പ്രോസസ്സിംഗ്, ദെൻ സെക്കൻഡ് വൺ ഈസ് ബാച്ച് പ്രോസസ്സിംഗ്, ആൻഡ് ദ തേർഡ് വൺ ഈസ് മൾട്ടിപ്രോഗ്രാമിംഗ്. നൗ വി ക്യാൻ ബിഗിൻ വിത്ത് ദ സീരിയൽ പ്രോസസ്സിംഗ്. Serial processing. In serial processing, the resources of the computer systems are dedicated to single program until its completion. സീരിയൽ പ്രോസസ്സിങ്ങിൻ്റെ അകത്ത് പ്രോസസ്സിംഗ് നടക്കുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ആ സിസ്റ്റത്തിൻ്റെ എല്ലാ റിസോഴ്സുകളും അതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വയ്ക്കും. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ റിസോഴ്സുകളെ അത് റിലീസ് ചെയ്യും. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സീരിയൽ പ്രോസസ്സിങ്ങിൽ ഒന്നിലധികം പ്രോഗ്രാമുകൾ അറ്റ് എ ടൈമിൽ വരുവാണെങ്കിൽ ആ വരുന്ന ഓർഡർ ആ ലീനിയർ ഫാഷനിലായിരിക്കും ഈ ഓരോ പ്രോഗ്രാമുകളെയും അത് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓർക്കേണ്ട 2 കാര്യങ്ങൾ ഇതൊക്കെയാണ്. ദ റിസോഴ്സസ് ഓഫ് ദ സിസ്റ്റംസ് ആർ ഡെഡിക്കേറ്റഡ് ടു സിംഗിൾ പ്രോഗ്രാം. ഏതാണോ എക്സിക്യൂഷൻ നടക്കുന്നത്, ആ എക്സിക്യൂഷൻ നടക്കുന്ന പ്രോഗ്രാമിന് എല്ലാ റിസോഴ്സുകളെയും അത് പിടിച്ചു വയ്ക്കും. എക്സിക്യൂഷൻ കഴിഞ്ഞാൽ മാത്രമേ ആ റിസോഴ്സുകളെ റിലീസ് ചെയ്യൂ. ദെൻ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഓർഡർ ഓഫ് എക്സിക്യൂഷൻ ലീനിയർ മാനറാണ്. വന്ന ഓർഡറിനനുസരിച്ച് വൺ ആഫ്റ്റർ അനദർ, സെക്കൻഡ്, തേർഡ്, അങ്ങനെ വരുന്ന ഓർഡറിനനുസരിച്ച് മാത്രമേ ഇവിടെ പ്രോസസ്സിങ് നടക്കത്തുള്ളൂ. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ തന്നെ ചില പോരായ്മകൾ അവിടെ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ലോ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ സിസ്റ്റം. CPU-നെ 100% നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പോകുമ്പം CPU അവിടെ ഐഡിയലായിരിക്കും. അതായത് 100% എഫിഷ്യൻസിയോടുകൂടി നമുക്ക് CPU-നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ദ സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് ഈസ് ദ വേസ്റ്റേജ് ഓഫ് സിസ്റ്റം റിസോഴ്സസ്. ഒരു റിസോഴ്സസിനെ പിടിച്ചു വെക്കുകയാണ്, മറ്റാർക്കും യൂസ് ചെയ്യാൻ പറ്റാതെ റിസോഴ്സുകളെ പിടിച്ചു വയ്ക്കുന്നു. അപ്പം ഇറ്റ് ഓട്ടോമാറ്റിക്കലി ലീഡ്സ് ടു ദ വേസ്റ്റേജ് ഓഫ് സിസ്റ്റം റിസോഴ്സസ്. ഇനി ഇത് സീരിയൽ ഫാഷനിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് അൾട്ടിമേറ്റ്ലി റിസൾട്ട് ഇൻ ദ സ്ലോ എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാം. അപ്പോൾ സീരിയൽ പ്രോസസ്സിങ്ങിൻ്റെ അകത്ത് റിസോഴ്സസ് ആർ ഡെഡിക്കേറ്റഡ് ടു സിംഗിൾ പ്രോഗ്രാം ആൻഡ് ദ എക്സിക്യൂഷൻ ഈസ് ഡൺ ഇൻ സീരിയൽ മാനർ. ഇത് രണ്ടുമാണ് അതിൻ്റെ പ്രത്യേകത. ദെൻ യു ഹാവ് ടു റൈറ്റ് ഇറ്റ്സ് ഡ്രോബാക്ക് ഓൾസോ. ബാച്ച് പ്രോസസ്സിങ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒരേ റിസോഴ്സുകളെ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമുകളെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് ഒരു ബാച്ചാക്കി മാറ്റും. എന്നിട്ട് ഈ പ്രോഗ്രാമുകളെ നമ്മൾ ലോഡ് ചെയ്ത് കൊടുക്കും. ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ പ്രോഗ്രാമുകളെ സീരിയൽ മാനറിൽ വന്ന ഓർഡറിനനുസരിച്ച് അല്ലെങ്കിൽ ഓർഡർ അനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്ത് മാറ്റും. ഇത്തരം പ്രോസസ്സിങ്ങിന് പറയുന്ന പേരാണ് ബാച്ച് പ്രോസസ്സിങ്. ഒരേ റിസോഴ്സുകളെ യൂസ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ചില പ്രോഗ്രാംസുകൾ മെമ്മറി റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് ആയിരിക്കും ചെയ്യുന്നത്. അത്തരം പ്രോഗ്രാമുകളെ, ഒന്നിലധികം പ്രോഗ്രാമുകളെ ഒരു ബാച്ചാക്കി മാറ്റുന്നു. എന്നിട്ട് ഈ ബാച്ച് പ്രോഗ്രാമുകളെ ലോഡ് ചെയ്ത് എടുക്കുമ്പോൾ ഇത് സീരിയൽ ഓർഡറിൽ ഒന്നിലധികം പ്രോഗ്രാമുകളെ ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീരിയൽ പ്രോസസ്സിങ്ങിനേക്കാളും കുറച്ചും കൂടെ ഫാസ്റ്ററായിട്ട് എക്സിക്യൂഷൻ നടക്കും. ഈ ബാച്ച് പ്രോഗ്രാമുകളെ ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ JCL കമാൻഡ്സുകൾ എംബഡ് ചെയ്യും. എന്തിനാണെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് ഓരോ ജോലികളും അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ബാച്ചിൻ്റെ അകത്തുള്ള ഓരോ പ്രോഗ്രാമുകളെയും എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, ഇൻസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജാണ് ജോബ് കൺട്രോൾ ലാംഗ്വേജ്. ഫോർ എക്സാമ്പിൾ, ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ ഉപയോഗിക്കുന്ന കമാൻഡാണ് ജോബ് സ്റ്റാർട്ട്. ഒരു പ്രോഗ്രാം എൻഡിങ്ങിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ജോബ് എൻ. പ്രിൻറ്റിങ്ങിന് വേണ്ടി സിസ് പ്രിൻറ്റ്. ഇങ്ങനെയുള്ള ജോബ് കൺട്രോൾസ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പ്രോഗ്രാമുകളെ കൺട്രോൾ ചെയ്യും. അപ്പം ശ്രദ്ധിക്കേണ്ട 2 പോയിൻറ്റ്സുകൾ എന്തൊക്കെയാണ്? ബാച്ച് പ്രോസസ്സിങ്ങിൽ ഒരേ റിസോഴ്സുകൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമുകളെ ബാച്ചാക്കി മാറ്റും. വൺസ് ഈ ബാച്ചിനെ OSലോട്ട് ലോഡ് ചെയ്യും. OS ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ഇതിനെ സീരിയൽ മാനറിൽ എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ഇതിൻ്റെ ഓരോ പ്രോഗ്രാമിനും എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ എംബഡ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസിന് പറയുന്ന പേരാണ് ജോബ് കൺട്രോൾ ലാംഗ്വേജ്. ഈ ലാംഗ്വേജ് ഉപയോഗിച്ച് ഹൗ ടു എക്സിക്യൂട്ട് ഈച്ച് ജോബ് ഇൻ എ ബാച്ച് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് ഇസ് മൾട്ടിപ്രോഗ്രാമിംഗ്. മൾട്ടിപ്രോഗ്രാമിങ്ങിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം, ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കുമ്പോൾ അവിടെ 2 സ്റ്റേജസ് ആണ് വരാറുള്ളത്.
അതായത് 2 സ്റ്റേജസിലോട്ടാണ് ഈ പ്രോഗ്രാം എക്സിക്യൂഷൻ ഓസിലേറ്റ് ചെയ്യുന്നത്. അതിലൊരു സ്റ്റേജ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷണൽ ഇൻറ്റൻസീവ് ഫേസും സെക്കൻഡ് എന്ന് പറയുന്നത് IO ഇൻറ്റൻസീവ് ഫേസും. കമ്പ്യൂട്ടേഷൻ ഇൻറ്റൻസീവ് ഫേസ് എന്ന് പറയുന്ന സമയത്ത് അതെന്താണെന്ന് ചോദിച്ചാൽ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ഇപ്പോൾ CPU-ൽ എക്സിക്യൂഷൻ നടക്കുകയാണ്. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ഇൻസ്ട്രക്ഷൻ CPU-ൽ എക്സിക്യൂഷൻ നടക്കുന്ന സമയത്തിന് പറയുന്ന പേരാണ് കമ്പ്യൂട്ടേഷൻ ഇൻറ്റൻസീവ് ഫേസ്. ഇനി എക്സിക്യൂഷൻ്റെ മിഡിലിൽ വെച്ച് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ചെയ്യണം, ഒരു പ്രിൻ്റ് എടുക്കണം, അല്ലെങ്കിൽ മെമ്മറി റീഡ് ചെയ്യണം, മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഓപ്പറേഷൻസ് ചെയ്യണമെങ്കിൽ ആ പ്രോഗ്രാം CPU-ന് ലീവ് ചെയ്തിട്ട് ആ ഓപ്പറേഷൻ ചെയ്യാൻ, ആ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പോകും. ആ ഒരു ടൈം പീരീഡിന് പറഞ്ഞ പേരാണ് IO ഇൻറ്റൻസീവ് ഫേസ്. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു പ്രോഗ്രാം എക്സിക്യൂഷനകത്ത് 2 സ്റ്റേജസ് വരാം. ഒന്നുകിൽ അത് CPU-ലായിരിക്കും. അങ്ങനെ CPU-ലാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് കമ്പ്യൂട്ടേഷണൽ ഫേസ്. ഇനി പ്രോഗ്രാം റണ്ണിങ് ആണ്, പക്ഷേ ഇപ്പോൾ CPU-ലില്ല. അതെന്തിനു വേണ്ടി പോയിരിക്കുക? ഇറ്റ് ലീവ്സ് ദ CPU ടു പെർഫോം ആൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. അപ്പം ഈ 2 ഫേസസ് ഒരു പ്രോഗ്രാമിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. മൾട്ടി പ്രോഗ്രാമിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇവിടെ നമ്മൾ മൾട്ടി പ്രോഗ്രാമിംഗ് എന്താണെന്ന് പഠിക്കാൻ പോവുകയാണ്. അതിനുമുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം, എക്സിക്യൂഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ, CPU-നെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ റിസൈഡ് ചെയ്യുന്ന ഏരിയയ്ക്ക് പറഞ്ഞ പേരാണ് റെഡി ക്യൂ. ഇപ്പം റെഡി ക്യൂവിൽ CPU-നെ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ റിസൈഡ് ചെയ്യുകയാണ്. അപ്പോൾ CPU-ൻ്റെ അകത്ത് കറണ്ടായിട്ടൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ലെറ്റ് us assume P1 എന്ന് പറഞ്ഞ പ്രോഗ്രാം CPU-ൻ്റെ അകത്ത് എക്സിക്യൂഷൻ നടക്കുകയാണ്. ഈ സമയത്താണ് P1 എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് CPU-നെ ലീവ് ചെയ്തിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോകും. ഈ സമയത്ത് OS റെഡി ക്യൂവിലുള്ള നെക്സ്റ്റ് പ്രോഗ്രാമിനെ ലോഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ വി ക്യാൻ അസ്യൂം ഇറ്റ് ആസ് P2. അപ്പോൾ P2 എന്ന് പറഞ്ഞ പ്രോഗ്രാമിനെ CPU-ന് കൊടുക്കും എക്സിക്യൂഷന് വേണ്ടിയിട്ട്. P1 IO ഓപ്പറേഷന് വേണ്ടി പോയ സമയത്താണ് P2-നെ CPU-ൽ കൊടുത്തത്. അപ്പോൾ P2 എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ഇപ്പോൾ കറണ്ടായിട്ട് നടക്കുക. അറ്റ് ദ സെയിം ടൈം P1 ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇത് റിട്ടേൺ ചെയ്യാണ്. തിരിച്ചു വരുന്ന സമയത്ത് OS എന്ത് ചെയ്യും? കറണ്ടായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന P2-നെ അവിടെ നിന്ന് മാറ്റി P1-ന് സ്പേസ് കൊടുക്കും. അപ്പോൾ P1 വീണ്ടും വന്ന് എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യും. ഇനി P1 കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ P2 എവിടെയാണോ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്തത് അവിടെ നിന്നും P2 അഗെയിൻ ബിഗിൻ ചെയ്യും. ഇങ്ങനെ അപ്പം ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ ഇടയ്ക്ക് മറ്റൊരു പ്രോഗ്രാമിന് നമ്മൾ എന്ത് ചെയ്യുകയാണ്? എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അതായത് CPU ഐഡിയലായിട്ടിരിക്കാൻ നമ്മൾ അവസരം കൊടുക്കുന്നില്ല. അപ്പം പലപ്പോഴും കാണാറുള്ള തെറ്റെന്താണെന്ന് ചോദിച്ചാൽ, മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ എല്ലാവരും എഴുതി വയ്ക്കും എബിലിറ്റി ടു എക്സിക്യൂട്ട് മോർ ദാൻ 1 പ്രോഗ്രാം അറ്റ് എ ടൈം. അതൊരു മണ്ടത്തരമാണ്. അറ്റ് എ ടൈമിൽ നമുക്ക് ഒന്നിലധികം പ്രോഗ്രാമുകളെ CPU-നകത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അറ്റ് എ ടൈമിൽ നമുക്ക് ഒരു പ്രോഗ്രാം മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഒരു 1 വേർഡായിട്ട് നമുക്ക് മൾട്ടി പ്രോഗ്രാമിങ്ങിന് ഇങ്ങനെ പറയാം: എബിലിറ്റി ടു എക്സിക്യൂട്ട് മോർ ദാൻ 1 പ്രോഗ്രാം ഇൻ ആൻ ഇൻ്റർലീവ്ഡ് മാനർ. ഒരു പ്രോഗ്രാം ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പോകുമ്പം ആ CPU ഐഡിയലാകാതെ അവിടെ റെഡി ക്യൂവിലുള്ള നെക്സ്റ്റ് പ്രോഗ്രാമിന് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. ഇതിന് ഇങ്ങനെ ഇൻ്റർലീവ്ഡായിട്ട് ഒന്നിലധികം പ്രോഗ്രാമുകളെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് മൾട്ടി പ്രോഗ്രാമിംഗ്. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, CPU ഒരിക്കലും ഐഡിയൽ ആയിരിക്കത്തില്ല. റെഡി ക്യൂവിലുള്ള പ്രോഗ്രാമുകളെ നമ്മൾ എക്സിക്യൂഷന് കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ 100% ഓഫ് CPU യൂട്ടിലൈസേഷൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി എല്ലാ റിസോഴ്സസുകളെയും നമുക്ക് യൂസ് ചെയ്യാം. ഡെഡിക്കേറ്റ് ചെയ്ത് ഒരു പ്രോഗ്രാമിന് ഫുൾ റിസോഴ്സുകളെയും ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കത്തില്ല. ഇങ്ങനെ ഇൻ്റർലീവ്ഡ് മാനറിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഫാസ്റ്ററായിട്ട് എക്സിക്യൂഷൻ നടക്കും. സിസ്റ്റത്തിൻ്റെ പെർഫോമൻസും കൂട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജസ്: 100% ഓഫ് CPU യൂട്ടിലൈസേഷൻ, the better utilization of system resources, faster execution, which in turn result in best system performance, better system performance. Okay, multi-programming-ine നമുക്ക് ഒറ്റ വാക്കിൽ പറയാം: ability to execute more than 1 program in an interleaved manner. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെക്ഷൻ ഇവിടെ തീരുകയാണ്. നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, ഡെഫിനിഷൻ എന്താണ്, എവല്യൂഷൻ എന്താണ് എന്നാണ് പഠിച്ചത്. താങ്ക്സ് ഫോർ വാച്ചിങ്.